സുവിശേഷ വീഥി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. നന്ദിയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രം അർപ്പിക്കാം. വീണ്ടും ഒരുമിച്ച് ഇപ്രകാരം ആയിരിക്കാനായിട്ട് ദൈവം കരുണ ചെയ്യുന്നു. കഴിഞ്ഞ വിചാരത്തിൽ നമ്മളിങ്ങനെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നൊരു തിരുവചനം കണ്ടെത്തിയിരുന്നു. ഓരോ ദിവസവും ദൈവം തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെ പുതുക്കുന്നു. ഓരോ പുലരിയിലും ദൈവത്തിൻ്റെ എന്നോടുള്ള സ്നേഹം പുതിയതാണ്. അതൊരു വലിയ ബലപ്പെടുത്തലാണ്, ഒരു പുതിയ അറിവാണ്. മാത്രമല്ല, അതിനകത്തുനിന്ന് പുത്തൻ ചില ഉത്തരവാദിത്വങ്ങളുണ്ടാവും. എൻ്റെയും ജീവിതത്തിലെ സ്നേഹത്തെ പുതുക്കാനായിട്ട്. അത് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും ദൈവത്തോടുള്ള സ്നേഹത്തെയാണ്. എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ദൈവത്തിന് പ്രാധാന്യമുണ്ടെന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഭൂമിയിലെ ചില ബന്ധങ്ങൾക്കൊക്കെ ഇന്നെന്തുമാത്രം കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്, എന്തുമാത്രം ദുർബലമായി പോയിട്ടുണ്ടെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. ഏറ്റവും വലിയ ബന്ധം അതായിരുന്നു, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം. കഴിഞ്ഞ വിചാരത്തിൽ നമ്മൾ പരസ്പരം പങ്കുവച്ചതായിരുന്നു ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ വന്ന കോട്ടങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് സംഭവിച്ചത്. ഇനി സംഭവിച്ചതിനെ ഓർത്ത് പരിതപിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. പരിഹാരവും പശ്ചാത്താപത്തിനും പ്രാധാന്യം പ്രസക്തിയും ഒക്കെയുണ്ട്. എങ്ങനെയാണെന്ന് മടങ്ങി വരാൻ പറ്റുക, അതും നമ്മൾ ചിന്തിക്കേണ്ട. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ വീണ്ടെടുത്തേ മതിയാവും. ഉടയവനാണ്, ഉടമസ്ഥനാണ്. എന്തോ ഉത്തരവാദിത്വമുണ്ട് എനിക്കും പൂർത്തീകരിക്കാനായിട്ട്. അങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇങ്ങനെ അവനവനെ കൂടുതൽ സ്നേഹിച്ച് ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് അവനെ തന്നെ കൂടുതൽ വെറുക്കും എന്നുള്ളതാണ്. വല്ലാത്തൊരു ഹീന ജന്മമാണ്, പാഴ് ജന്മമാണെന്നൊക്കെ തോന്നിയിട്ടാണ് പലരും ജീവിതം തന്നെ അവസാനിപ്പിക്കാനായിട്ട് സ്വയം ഒരുങ്ങുന്നത്. അത്രത്തോളം വലിയ ആപത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാനായിട്ട് ഉടയവൻ എൻ്റെ ജീവിതത്തിന് മീതെ എന്തൊക്കെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്, അതെല്ലാം ഒന്ന് കണ്ടെത്താനായിട്ട് കുറച്ച് നേരം ഒരു പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്. ഇത് തിരക്കട്ട ജീവിതത്തിനിടയിൽ നമുക്ക് അതിനും കൂടി ഇനി സമയം കിട്ടുമോ എന്നാണ് ഒരുപക്ഷെ ചിലവരൊക്കെ ചിന്തിക്കുക. കിട്ടും കേട്ടോ, മനസ്സ് വെച്ചാൽ കിട്ടും. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന അതേ സമയം തന്നെയാണ് ഒരു സാധാരണ പൗരനായ എനിക്കും നമ്മൾ ഓരോരുത്തർക്കും കിട്ടുന്നത് തിരിച്ചറിയുമ്പോൾ സമയത്തെ കുറേയും കൂടി ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം വിനിയോഗിക്കാനായിട്ട് നമ്മളിനി പഠിക്കേണ്ടി. ടൈം മാനേജ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ഫ്രേസ് നമ്മുടെ ജീവിതത്തിൽ ഒട്ടും എത്തിപ്പെട്ടിട്ടില്ല. സമയത്തെ എങ്ങനെയൊക്കെ ഇങ്ങനെ കൊന്നു കുഴിച്ചു മൂടാവുന്നു. നമ്മളെപ്പോൾ ഗവേഷണം നടത്തി വിജയം പ്രാപിച്ച മനുഷ്യരും കുറവായിരിക്കും. ഓർത്തു നോക്കി, കടന്നു പോകുന്ന ഒരു നിമിഷം പോലും പിന്നെ കിട്ടത്തില്ല. നഷ്ടപ്പെട്ട പണമോ ആരോഗ്യമോ ഒക്കെ വേണമെങ്കിൽ പാടുപെട്ടാണെങ്കിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു നിമിഷത്തെ പോലും വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? അത്രത്തോളം ദുർബലരായ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ആ പ്രേഷ്യസായ കുറേ ഭാഗങ്ങളെ, കാര്യങ്ങളെ, ദാനങ്ങളെ, സമ്പത്തുകളെ തിരിച്ചറിഞ്ഞാൽ മതിയോ? അങ്ങനെ ദൈവവുമായിട്ടുള്ള എൻ്റെ ഭൂമിയിലെ ബന്ധം എങ്ങനെയൊക്കെയോ കുറച്ച് ദുർബലമായപ്പോൾ, അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെട്ടപ്പോൾ, ഛിന്നഭിന്നമായപ്പോൾ അതിന് ചില പരിണിത ഫലങ്ങളുണ്ടായി. ഭൂമിയിലെ മനുഷ്യരുടെ ദൈവബന്ധത്തിന് ഏതെങ്കിലും വിധത്തിൽ ഉലച്ചിൽ തട്ടുമ്പോൾ ശരിക്കും ഉലഞ്ഞു പോകുന്നത് എന്താണെന്നറിയോ? ഉലഞ്ഞു പോകുന്നത് ഭൂമിയിലെ മനുഷ്യരുടെ പരസ്പരമുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് മനുഷ്യർ പരസ്പരം പുലർത്തേണ്ട ബന്ധത്തെക്കുറിച്ചാണ്. ഒരു ദൈവിക ബന്ധത്തിൻ്റെ തുടർച്ച തന്നെയാണത്. മനുഷ്യർ പരസ്പരം പുലർത്തേണ്ട ഒരു ദൃഢമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിന് ഇന്ന് എന്ത് സംഭവിച്ചു എന്നതാണ് ഒന്ന് അന്വേഷിക്കേണ്ടത്, കണ്ടെത്താനായിട്ട് പ്രാർത്ഥനയോടുകൂടി പരിശ്രമിക്കേണ്ടതൊക്കെ. മനുഷ്യ ബന്ധത്തിന് ഇന്ന് എന്ത് സംഭവിച്ചു? വളരെ ദുർബലമായി പോയില്ലേ മനുഷ്യബന്ധം? സ്വാർത്ഥതയുടെ അങ്ങേയറ്റത്ത് ഓരോരുത്തരും എത്തുമ്പോൾ അതിന് ഇനിയെങ്കിലും ഒരു മാറ്റമുണ്ടാവണ്ടേ? ഇങ്ങനെ അവനവനെ മാത്രം സ്നേഹിച്ചും പ്രീതിപ്പെടുത്തിയും പരിപാലിച്ചും പോയാൽ മതിയോ? ഒപ്പമുള്ള മനുഷ്യരെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ പോകും. ഒപ്പമുള്ള മനുഷ്യരെന്നൊക്കെ പറയുമ്പോൾ ഒരു വീടിനകത്തുള്ള മനുഷ്യരെ ഒരുപക്ഷെ നമ്മൾ പരിഗണിക്കുന്നുണ്ടാവും.
കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് പരിപാലിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു ക്രെഡിറ്റോ അക്കൗണ്ടിന് മീതെ കിട്ടാവുന്ന പലിശ കൊണ്ടൊക്കെ രക്ഷപ്പെടുമോ നമ്മൾ? ശരിക്കും നമ്മുടെ വീടിനകത്തുള്ളവരൊക്കെ നമ്മുടെ തന്നെ സ്വാർത്ഥതയുടെ എക്സ്റ്റൻഷനാണ്. ശരിക്കും അവനവൻ്റെ സ്വകാര്യതയുടെ സ്വാർത്ഥതയൊക്കെ തുടർച്ചകളാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ അതിനുമപ്പുറത്താണ് ഈ ജീവിതത്തിന് വെളിയിൽ മനുഷ്യരുണ്ടെന്നുള്ള അറിവ്. അതിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ? ഒരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുകയല്ല, കാര്യം മനസ്സിലാവും. മാതാപിതാക്കളായ ആളുകളോടാണ് ചോദ്യം. എന്ന് വെച്ചാൽ മക്കളുള്ള മാതാപിതാക്കളായ ആളുകളോടാണ് ചോദ്യം. അല്ലെങ്കിൽ ഞാൻ ഒരപ്പനാണ് 2 മക്കളുടെ, അതുകൊണ്ട് എന്നോട് തന്നെയാണ് എൻ്റെ ചോദ്യം. അവനവൻ്റെ കുഞ്ഞുങ്ങൾക്കല്ലാതെ ഒരു കല്ല് പെൻസിൽ വാങ്ങിച്ചു കൊടുത്ത എത്ര മാതാപിതാക്കൾ ഭൂമിയിലുണ്ടാവും? അല്ലെങ്കിൽ ഈ ക്രിസ്തു സുവിശേഷ വചനധ്യാനമൊക്കെ കേൾക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, അവരോടാകട്ടെ ചോദിക്കാം. നമുക്ക് ചോദിക്കാൻ നമ്മുടെ ഓഡിയൻസ് ആണുള്ളത് എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് പരസ്പരം ഒന്ന് ചോദിക്കാം. അവനവൻ്റെ മക്കൾക്കല്ലാതെ ഒരു കല്ല് പെൻസിൽ വാങ്ങിച്ചു കൊടുത്ത എത്ര മാതാപിതാക്കളുണ്ട്? കല്ല് പെൻസിൽ ഇന്ന് വേണ്ട, ആവശ്യമില്ലാത്ത സാധനമാണ്. ശരിക്കും അത് കടയിലും കിട്ടുമെന്നറിയില്ല. ഈ സ്ലേറ്റും കല്ല് പെൻസിലും എന്നൊക്കെ പറയുന്ന വളരെ നൊസ്റ്റാൾജിയ തരുന്ന വാക്ക്, അതിനുള്ള സ്നേഹം കൊണ്ട് കല്ല് പെൻസിൽ ഉദ്ദേശിച്ച പേന ആവാം, നോട്ട് ബുക്കാവാം, പുസ്തകമാവാം, ബാഗാവാം, കുടയാവാം, ടിഫിൻ ബോക്സ് ആവാം, എന്തുമാവാം. അപ്പം അവനവൻ്റെ മക്കൾക്കല്ലാതെ ഒരു ചെറിയ കുട വാങ്ങിച്ചു കൊടുത്ത എത്ര മാതാപിതാക്കളുണ്ടാവും? അങ്ങനെ ഒരു സ്വയം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഭൂമിയിലെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് കുറേ കൂടി ബോധ്യം ഉണ്ടാവും. മക്കൾക്ക് മാത്രം മേടിച്ചു കൊടുത്താൽ മതിയോ? മക്കൾക്ക് പോലും മേടിച്ചു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതും സത്യമാണ്, അതും തിരിച്ചറിയാതെയല്ല. പക്ഷേ അതിനപ്പുറത്ത് ഇതുപോലും കിട്ടാനായിട്ട് സാധിക്കാത്ത മക്കളുണ്ടെന്നൊരു വിചാരമോ വ്യാകുലതയോ പോലും ഇല്ലാതെ പോകുന്നു. സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചകളിലും ബുധനാഴ്ചകളിലൊക്കെ ഉപവാസം എടുക്കണം, നോമ്പിലൂടെ കടന്നു പോകണം. അങ്ങനെ ഓരോ ആണ്ടിലെ 365 ദിവസങ്ങൾ എടുക്കുമ്പോൾ അല്ലാതെ തന്നെ ദീർഘമായ 5 നോമ്പുകളുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഡിസംബർ മാസം വരുമ്പോൾ ഒരു 25 ദിവസത്തെ നോമ്പ് വരും. പിന്നെ ജനുവരി അവസാനം വരുമ്പം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം വരുമ്പം 3 ദിവസത്തെ 3 നോമ്പ് വരും. പിന്നെ പതിയെ ഫെബ്രുവരി തന്നെ വലിയ നോമ്പ്, എല്ലാവരും കണക്കൂട്ടുമ്പോൾ ഈസ്റ്റർ വരെ കണക്കൂട്ടുമ്പോൾ 50 ദിവസത്തെ നോമ്പ് വരും. വീണ്ടും നമ്മളിങ്ങനെ ജൂൺ മാസം എത്തുമ്പോൾ സ്ലീഹന്മാരെയൊക്കെ ഓർത്തുകൊണ്ടും അനുസ്മരിച്ചുകൊണ്ടും ഒരു 13 ദിവസത്തെ നോമ്പ് വരും. ജൂൺ കഴിഞ്ഞ് പിന്നെ ഓഗസ്റ്റ് വരുമ്പോൾ മാതാവിൻ്റെ കടന്നുപോകലുമായി ബന്ധപ്പെട്ട്, മരണവും വാങ്ങിപ്പുമായി ബന്ധപ്പെട്ട് ഒരു 15 ദിവസത്തെ നോമ്പ് വരും. അങ്ങനെ ഒരാണ്ടെടുത്താൽ പ്രധാനപ്പെട്ട 5 നോമ്പുകൾ, അതുതന്നെ നല്ലൊരു ദിവസം കവർന്നെടുക്കുന്നുണ്ടല്ലേ. അതുകൂടാതെ സഭ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ആഴ്ചയിലും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവാസം എടുക്കണം, നോമ്പിലൂടെ കടന്നു പോകണം. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴാണ് ജീവിക്കാനായിട്ട് സമയവും സന്ദർഭവും കിട്ടുക പലരും ചോദിക്കുക. പക്ഷെ എന്തുകൊണ്ടാവാം ഇത്രയും കഠിനമായൊരു നിഷ്ഠ നമ്മുടെ മീതെ അടിച്ചേൽപ്പിച്ചത്? ഈ ബുധനും വെള്ളിയൊക്കെ ഉപവാസം എടുക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ പട്ടിണി കിടക്കണമെന്നൊന്നും അർത്ഥമില്ല കേട്ടോ. സാധിക്കുന്നവർക്ക് കിടക്കാം, നല്ലതുമാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു ഉപവസിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എന്തുമാത്രം നല്ലതെന്നറിയാം. അത് നമ്മുടെ പ്യുവർ സയൻസാണ്. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിക്കകത്തും ആവശ്യത്തിന് സയൻസൊക്കെ ശാസ്ത്രമുണ്ട് കേട്ടോ. നമ്മൾ ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം മാറ്റി വെക്കുക, അതിന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ അളവിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഇത് പൂർണ്ണതയിലെത്തുന്നപ്പോഴാണ്, വിശക്കുന്ന ഒരുവൻ അപ്പമായി മാറുമ്പോഴാണ്. പക്ഷെ എൻ്റെ ഉപവാസങ്ങളൊക്കെ, എൻ്റെ വ്രതങ്ങളൊക്കെ, എൻ്റെ നോമ്പുകളൊക്കെ എനിക്ക് തന്നെ ലാഭം മേടിച്ചു തരുന്നൊരു കാലമാണ്. എനിക്ക് തന്നെ ലാഭം മേടിച്ചു തരുന്ന കാലം. നോമ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് 2-3 ദിവസം മുമ്പ് എന്തായാലും മീനോ ഇറച്ചിയോ ഒക്കെ വിൽക്കുന്ന കടയിൽ ചെല്ലുമ്പോൾ എന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ ചോദിക്കും, ഇനി കുറച്ച് നാളത്തേന് വരത്തില്ലല്ലോ എന്ന് ചോദിക്കും. ഞാനും പറയില്ല, കുറച്ച് നാളത്തേന് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ഓടി വന്നത്. നമ്മളിങ്ങനെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് കാര്യമായി വിഭവങ്ങളോടുകൂടി വിരുന്ന് ആസ്വദിക്കാറുണ്ട്. ഇനി കുറച്ച് നാളത്തേനില്ല, അവർക്കും അറിയാം, എനിക്കും അതൊരു ലാഭമാണ്. പക്ഷേ ഈ കുറച്ച് നാളത്തേന് ഞാൻ അങ്ങോട്ട് പോകാത്തതിൻ്റെ ഒരു മിച്ചം ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യന് ഏറ്റവും കുറഞ്ഞ അപ്പമായി മാറുന്നുണ്ടോ? അപ്പോൾ അവനവൻ്റെ ഉപവാസവും നോമ്പും പോലും അവനവന് ലാഭമായി മാത്രം മാറുന്നുവെങ്കിൽ വലിയ തട്ടിപ്പ് ഇതിനകത്ത് നടക്കുന്നുണ്ടല്ലേ. ദൈവത്തോട് കാണിക്കുന്ന വലിയൊരു വഞ്ചന ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് നമ്മളും തിരിച്ചറിയുന്നു, ദൈവവും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫലിതം. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കുക.
അവനവൻ്റെ വീടിന് വെളിയിൽ മനുഷ്യരുണ്ടെന്നുകൂടി ഒരു പരിഗണന കൊടുത്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു തർക്കത്തിനകത്ത് അബദ്ധവശാൽ തലയിടേണ്ടി വന്നപ്പോൾ ഉണ്ടായൊരു വിഷമമുണ്ട്. ഒരമ്മയും മകനും, പ്രായപൂർത്തിയായ മകനും അമ്മയും മകൻ്റെ പേരിലുള്ള കുറച്ച് ഭൂമി വിൽക്കുകയാണ്. മകൻ്റെ പേരിലുള്ള ഭൂമി വിൽക്കുന്നു. നടപ്പ് വഴി മാത്രമേ അങ്ങോട്ടുള്ളൂ. നടപ്പ് വഴി വേണമെങ്കിലൊന്ന് വൃത്തിയാക്കിയെടുത്താൽ ഒരു സൈക്കിളോ 2 വീലറോ ഓടിക്കാൻ പറ്റും, മതി. അതിനുള്ള നിവൃത്തിയുള്ളൂ വാങ്ങുന്നവർക്കും. വലിയ വഴിയൊന്നും സ്വപ്നം കാണാൻ അവർക്കും പറ്റില്ല. അതിനനുസരിച്ച് വില കൊടുത്ത് സ്ഥലം വാങ്ങാൻ നിവൃത്തിയില്ല. അവിടെ നടപ്പ് വഴി മതി. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. വീട് പണിയുന്നത് വരെ, വീട് പണിയാൻ വേണ്ടി സാധനങ്ങൾ ഇറക്കണം, വാഹനങ്ങൾ വന്നു പോകണം. അതിനോട് ചേർന്ന് കിടക്കുന്ന അമ്മയുടെ സ്ഥലത്തിലൂടെ, അമ്മയുടെ പേരിൽ കിടക്കുന്ന സ്ഥലത്തിലൂടെ വാഹനം വന്നു പോകാൻ അനുവദിക്കാം. ആ ഒരു വ്യവസ്ഥയിലാണ് ഒരു 4 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചത്. 4 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുടെ ഫലമായി കിട്ടിയ പണം കൊണ്ട് പണി തുടങ്ങാൻ നിൽക്കുമ്പോൾ ഈ അമ്മ പറയാണ്, ഞാനും മകനും തമ്മിൽ തെറ്റി, ഞങ്ങളിപ്പോൾ ശത്രുക്കളാണ്. അതുകൊണ്ട് അന്ന് പറഞ്ഞ വാക്കും വാഗ്ദാനം പാലിക്കാൻ ഞാനിന്ന് തയ്യാറല്ല. എന്തായാലും എൻ്റെ പറമ്പിലൂടെ വണ്ടി അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും വരാൻ പറ്റില്ല. എന്തൊരു സ്തംഭനാവസ്ഥയാവുന്നു. മനുഷ്യ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു നന്മയൊക്കെ ആവശ്യമല്ലേ? സ്ഥിരമായിട്ടൊരു വഴിയൊന്നുമല്ല. ഒരു വ്യവസ്ഥയും വെക്കാൻ വേണമെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ വീട് പണി പൂർത്തീകരിച്ചോണം, 6 മാസം വരെ വേണമെങ്കിൽ ഞാനിങ്ങനെ ഒന്ന് അനുവദിക്കാം, മതി. ഒരു വ്യവസ്ഥയോട് കൂടിയാണെങ്കിലും ഒരു സന്മനസ് കാട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ വീണു പോകാൻ, ഇപ്പോഴേ വീണ് കിടക്കുന്ന, ഇനി ഒട്ടും എണീക്കാൻ സാധ്യതയില്ലാത്തൊരു കുടുംബത്തിന് ഒരു ആശ്വാസമായി മാറിയേനെ. പക്ഷെ അതിനു പോലും പറ്റാത്ത വിധത്തിൽ മനുഷ്യരെന്താണ് മനുഷ്യരെ എത്രത്തോളം വെറുത്തു തുടങ്ങുന്നത്, മനുഷ്യരിൽ നിന്നൊക്കെ എത്രത്തോളം അകന്നു തുടങ്ങുന്നത്. അപ്പോൾ വീടിന് വെളിയിൽ മനുഷ്യരുണ്ട്, കരുണ കാണിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഒരു ഉറപ്പും കൂടെ അതിനകത്ത് നമ്മൾ വരുത്തിയേ മതിയാവും. വീടിനകത്തുള്ളവരോടൊക്കെ നമ്മൾ കരുണ കാണിക്കുന്നുണ്ടോ? വീടിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പോലും വലിയ നിശ്ചയമില്ല. ഈ കോവിഡ് കാലത്താണല്ലോ ഈ OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ധാരണ വന്നത്. എന്തായാലും എനിക്ക് ധാരണ വന്നത് അങ്ങനെയാണ്. അങ്ങനെ കോവിഡ് കാലത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റായി റിലീസ് ചെയ്ത ചലച്ചിത്രമുണ്ട്. ഇന്ദ്രൻസ് ചേട്ടൻ്റെയൊക്കെ നല്ലൊരു ഹോം എന്നാണ് പേര്. വലിയ താല്പര്യമൊന്നുമില്ലാതെ വളരെ നമ്മളെ ബോറടിപ്പിക്കുമെന്ന് വിചാരിച്ചാണ് കാണാനിരുന്നെങ്കിലും ഭയങ്കരമായിട്ട് ആകർഷിച്ച ചലച്ചിത്രമാണ് ഹോം. വീടുകളൊക്കെ എപ്പോഴാണ് ഹോമായി മാറുന്നത്? എന്തുകൊണ്ടാണ് വീടായി മാറാത്തത്? പരസ്പരം എന്തുമാത്രം അറിവും തിരിച്ചറിവും ധാരണയുമുണ്ട് ഓരോരുത്തരുമൊക്കെ ഇങ്ങനെ ആജ്ഞാപിക്കാനും ഓരോന്ന് ഓർഡർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഏതാണ്ട് റെസ്റ്റോറൻ്റൊക്കെ പോലെയായി മാറുന്നു അടുക്കളയൊക്കെ. എന്ത് പരസ്പര ധാരണയുള്ളത്. അപ്പോൾ ഒരു വീടൊക്കെ ഇനിയൊരു വീടാകാനായിട്ട് ഓരോരുത്തരും എന്തുമാത്രം കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. നിസ്സാരമല്ല കേട്ടോ, ഒരു ഭവനത്തെ രൂപപ്പെടുത്താനായിട്ട്, ഭവനത്തെ നിലനിർത്താനായിട്ട്. ഇതിനകത്ത് സ്നേഹം കിട്ടാതെ അവഗണിക്കപ്പെടുന്ന ആരെല്ലാം ഉണ്ട്. ഇയാൾക്ക് വിവരമൊന്നുമില്ലല്ലോ, ഇയാൾ കൂടുതലും പറയണ്ട എന്നാണ്. ഭൂമിയിലെ മിക്കവാറും എല്ലാ മക്കളുടെയും, പ്രത്യേകിച്ച് അപ്പനമ്മമാരുടെ ഉള്ള മനോഭാവം. നിങ്ങൾക്ക് എന്താ ബോധമുള്ളതെന്ന് ചോദിക്കും. ശരിയാണ്, സോഷ്യൽ മീഡിയയെക്കുറിച്ച് അല്ലെങ്കിൽ ലേറ്റസ്റ്റായ ഒരു കാര്യങ്ങളെക്കുറിച്ചും യാതൊരു ധാരണയില്ല എന്നുള്ള സത്യമാണ്. എന്നാലും അവർക്കും അവരർഹിക്കുന്ന പരിഗണന കിട്ടേണ്ടതല്ലേ? ഇതൊന്നും പരസ്പരം കൊടുക്കാതെ പോകുന്നുവെങ്കിൽ നമുക്കിനി വീടിന് വെളിയിൽ എന്തെങ്കിലും മനുഷ്യരുണ്ടോ, അവർക്ക് എന്തെങ്കിലും ചെയ്ത് തരണമെന്ന് അന്വേഷിക്കാനായിട്ട് നമുക്ക് ധാർമ്മികതയുണ്ട്. അതുകൊണ്ട് വീടിനകത്ത് തന്നെ തുടങ്ങണം സുവിശേഷം പറയാൻ മാത്രമുള്ളതാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നെപ്പോലുള്ളവർക്ക്. അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ശീലമാക്കിയതുകൊണ്ട് സുവിശേഷം എന്താണ് പറയാനുള്ളതാണ്. ഇനി പതിവായിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരെ പോലെ ഒരു തോന്നലുണ്ട് ചിലർക്കെന്ത് സുവിശേഷം കേൾക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ 2 മണ്ടന്മാരുടെ കൂട്ടം രൂപപ്പെടുകയാണ്. ഒന്ന് പറയുന്നവരുടെയും ഒന്ന് കേൾക്കുന്നവരുടെയും. ഈ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും ഇടയിൽ ഒന്നും ഒരിക്കലും സംഭവിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇത് വലിയൊരു പരാജയമായി മാറിയെന്ന് പറയേണ്ടി വരുന്നത്. വേദനയോടെയാണേലും എന്തുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതെ പോകുന്നത്? അവിടെയാണ് നമ്മളൊരു തിരുത്തൽ വരുത്താനായിട്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളുമൊക്കെ അല്പസ്വല്പം ഒന്ന് പ്രാവർത്തികമാക്കാനായിട്ട് ധൈര്യമുണ്ടോ? അസീസിയിലെ ഫ്രാൻസിസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിങ്ങനെ ഹൃദയത്തിൽ എന്നോ എഴുതിയിട്ടതാണ്. അതിൻ്റെ ഒരു ഭാരവും മുറിവും വേദനയും ഭയങ്കരമായിട്ട് എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഫ്രാൻസിസ് ഇങ്ങനെ തൻ്റെ ശിഷ്യരോടൊന്നല്ല കൂട്ടുകാരോട് എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം. അതാണ് ഒരുപക്ഷെ എൻ്റെ ഊർജ്ജം പ്രചോദനമൊക്കെ. ഞാൻ അതിന്മേലാണ് പിടിച്ച് തൂങ്ങുന്നത് കേട്ടോ. അതിന്മേലാണ് ഞാൻ ഇങ്ങനെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി പറഞ്ഞത്? എപ്പോഴും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം. എല്ലാവരോടും പറഞ്ഞ കാര്യം കേട്ടോ, എന്നോട് മാത്രമല്ല, അല്ലെങ്കിൽ പ്രാസംഗികരോട് മാത്രമല്ല, സകലരോടും പറയുകയാണ്,
നിങ്ങൾ യേശുവിൻ്റെ സുവിശേഷം എപ്പോഴും പ്രസംഗിക്കണം. പക്ഷെ പറഞ്ഞത് സാക്ഷാൽ അസീസിയിലെ ഫ്രാൻസിസാണ്. അതുകൊണ്ട് അവിടം കൊണ്ട് ആശ്വസിച്ച് സന്തോഷിച്ച് പുസ്തകം മടക്കരുത്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, വല്ലപ്പോഴും മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അവിടെയാണ് നമ്മൾ കുരുക്കിപ്പെട്ടു പോകുന്നത്. നിങ്ങളെപ്പോഴും സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറഞ്ഞ ആ വിശുദ്ധനായ മനുഷ്യൻ പറയുകയാണ്, അതിന് വല്ലപ്പോഴും മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അല്ലാത്തപ്പോഴെന്താണ്? അല്ലാത്തപ്പോഴെങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കുക? അത് സ്വന്തം ജീവിതം കൊണ്ടാണ്. അപ്പോൾ സ്വന്തം ജീവിതം കൊണ്ട് ജീവിച്ച് സുവിശേഷം പ്രകടിപ്പിക്കാനായിട്ട്, സുവിശേഷം പകരാനായിട്ട് ആർക്ക് ധൈര്യമുണ്ട്? ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, വേറെ ഒന്നും എനിക്ക് കൈമാറാനില്ല. അപ്പോൾ അതൊരു നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ അവനവൻ ജീവിതത്തിലൂടെ തന്നെ ഒരു വലിയ സന്ദേശം കൈമാറാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യർ സ്വന്തം ജീവിതത്തിൽ തന്നെ. ഓർത്ത് നോക്കിക്കേ, അത് പറ്റുമോ? എം.ഡി. വാസുദേവൻ നായരുടെ ഒരു കുറിപ്പിനകത്ത് ഇങ്ങനെ വായിച്ചതാണ്. മലയാളത്തിൻ്റെ ഏറ്റവും പുണ്യപ്പെട്ട എഴുത്തുകാരനാണ്, ഏറ്റവും മുതിർന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ഒരു ചലച്ചിത്രമുണ്ട്, നിർമാല്യം എന്ന് പറഞ്ഞു. നിർമാല്യമൊക്കെ ഇപ്പം ഓർമ്മയിൽ തന്നെ എത്രമാത്രം മനുഷ്യരുടെ കയ്യിൽ കാൽച്ചിലമ്പും കൈവാളെന്നൊക്കെ പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ തന്നെ ചെറുകഥയെ ആസ്പദമാക്കിയാണ് അദ്ദേഹം തിരക്കഥ എഴുതി ആദ്യമായി സംവിധാനം ചെയ്തത്. എന്നിട്ട് ഇതിനകത്തൊരു ഈ അമ്പലങ്ങളിലുള്ള ഈ ഒരു വെളിച്ചപ്പാടിൻ്റെ കഥാപാത്രമാണ്. വെളിച്ചപ്പാടാണ് ഇതിൻ്റെ നായകൻ. കടന്നുപോയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശങ്കരാടിച്ചേട്ടനെയാണ് ആദ്യമായിട്ട് വെളിച്ചപ്പാടാകാനായിട്ട് എം.ഡി. വാസുദേവൻ മനസ്സിൽ കണ്ടെത്തി. ശങ്കരാടിച്ചേട്ടനോട് പറഞ്ഞു, സമ്മതിച്ചു. ആ കഥാപാത്രത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ മഹാൻ നടൻ ശങ്കരാടിച്ചേട്ടൻ പറഞ്ഞു, എന്നേക്കാളും നാടകത്തിലുള്ള നാടകാചാര്യനായ P.J. ആൻ്റണി ആയിരിക്കും ഈ കഥാപാത്രം ചെയ്യാനായിട്ട് കുറച്ചുകൂടി യോഗ്യൻ. ആർക്കും അതങ്ങോട്ട് സ്വീകാര്യമായില്ല, പ്രത്യേകിച്ച് എഴുത്തുകാരനായ എം.ഡിക്കും. പക്ഷേ ശങ്കരാടിച്ചേട്ടൻ നിർബന്ധിച്ചുകൊണ്ടേ ഇരുന്നുകൊണ്ട് P.J. ആൻ്റണിയെ വിളിച്ചു വരുത്തി. പതിയെ ആൻ്റണിയിലേക്ക് കഥാപാത്രം എത്തുന്നു, സിനിമ എടുക്കുന്നു. ആൻ്റണിക്ക് ഭരത് അവാർഡ് കിട്ടും, ഇന്ത്യയിൽ നാഷണൽ അവാർഡ് കിട്ടും. ഒരു വലിയ മനുഷ്യനാണ്, തനിക്ക് കിട്ടിയ വലിയൊരു അവസരത്തെ തന്നേക്കാൾ കുറച്ചുകൂടി കാര്യം ചെയ്യാൻ യോഗ്യൻ ഇന്നയാളാണല്ലോ എന്ന് സ്വയം തോന്നി, അതൊന്ന് പരിചയപ്പെടുത്തി സ്വയം മാറുന്നു. ആലോചിച്ച് നോക്കിയേ, ശരിക്കും ക്രിസ്തു മൂല്യങ്ങളുടെ റിഫ്ലക്ഷൻ തന്നെയാണിത്. അവനവനിൽ ഉള്ള ഒരു തിരിച്ചറിവ്, മറ്റുള്ളവരെക്കുറിച്ച് ധാരണ, ഇതൊന്നും നമ്മുടെ ഈ കാലത്ത് നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ മനുഷ്യബന്ധങ്ങളെ കുറച്ചുകൂടി കാര്യഗൗരവത്തോടെ ഒന്ന് പരിശോധിക്കണം. മനുഷ്യബന്ധങ്ങൾ കുറേ കൂടി നല്ലതാവാനായിട്ട്, അത് ഒരു വീടിനകത്തുള്ള രക്തബന്ധമായാലും കൂടിച്ചേർന്ന ബന്ധമായാലും അതുപോലെ ദൃഢമാവേണ്ടതാണ് പുറമേയുള്ള മനുഷ്യബന്ധങ്ങളൊക്കെ. ഇന്ന് പൊതുവെ നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് യൂസ് ആൻഡ് ത്രോയാണ്. ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് വലിച്ചെറിയുക. ആ ഒരു ഡിസ്പോസിബിൾ സംസ്കാരത്തിനകത്താണ് ഉപയോഗിക്കുക. അവനവൻ്റെ ഉയർച്ചയ്ക്ക് പടികളാകാൻ വേണ്ടി വിധിക്കപ്പെട്ട കുറേ മനുഷ്യർ അവരുടെ ശിരസിന്മേൽ ചവിട്ടി നമ്മൾ കയറിപ്പോവുക, അതിനപ്പുറത്തേക്കൊന്നുമില്ല. മലയാളത്തിൻ്റെ നല്ലൊരു നോവലുണ്ട്, അതിങ്ങനെ 40 വർഷം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് അടുത്ത ആളൊരു ഓർമ്മപ്പെടുത്തൽ വന്നായിരുന്നു. ആയുസിൻ്റെ പുസ്തകം എന്നാണ് ആ നോവലിൻ്റെ പേര്. C.V. ബാലകൃഷ്ണനാണ് എഴുത്തുകാരൻ. ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയെന്ന് എനിക്കിന്ന് അത്ഭുതമാണ്. കാരണം ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ബൈബിൾ ഭാഷയാണ് പുസ്തകം. അപ്പുറത്തൊരു മുറിയിലിരുന്ന് ഒരാൾ ഇത് ഉറക്കെ വായിച്ചാൽ ഇപ്പുറത്തിരിക്കുന്ന എനിക്കത് കേൾക്കുക ബൈബിൾ അയാളിൽ നിന്ന് വായിക്കുന്ന പോലെയാണ്. അത്രത്തോളം ബൈബിൾ ഭാഷയാണ്. ബാലകൃഷ്ണൻ്റെ പേര് കൊണ്ട് തന്നെ ബോധ്യമാണ് അദ്ദേഹം എന്തായാലും ഹൈന്ദവ മതത്തിൽ ജനിച്ച് ജീവിച്ച് പോയിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ബൈബിൾ ഭാഷ കിട്ടിയത്? അതിൻ്റെ ഉത്തരം ബാലകൃഷ്ണൻ തന്നെ പറയും, ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം ബൈബിളാണ്. അങ്ങനെ എനിക്ക് ബൈബിൾ ഭാഷ നന്നായിട്ട് പറയാനും എഴുതാനും പറ്റും. നല്ല ഭംഗിയായിട്ട് ബൈബിൾ പറയുന്ന പോലെ ബൈബിളിലെ ഭാഷ പറയും. എന്നാൽ അതിനകത്ത് ജീവിച്ച് അതിനകത്ത് ഇങ്ങനെ ഇപ്പോഴും തുഴഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ബൈബിൾ ഭാഷ എൻ്റെ ഹൃദയത്തിന് ഇതുവരെയും പിടുത്തം കിട്ടിയിട്ടില്ല. അതുപോട്ടെ, ആ നോവലിനകത്ത് ഒരു പള്ളിമേടയുണ്ട്. പള്ളിമേടയിൽ റിട്ടയറായൊരു വൈദികൻ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടവകയുടെ ചുമതലയുള്ളൊരു കൊച്ചച്ഛനും താമസിക്കുന്നുണ്ട്. ഈ റിട്ടയറായ വൈദികന് കുറച്ചൊരു ഓർമ്മക്കുറവൊക്കെ ഉണ്ടെന്ന് കൊച്ചച്ഛന് നല്ല അറിവുണ്ട്. പെട്ടെന്ന് കാലം തെറ്റിയൊരു ഇടിയും മഴയും മിന്നലൊക്കെ വരുന്നു. അപ്പോൾ ഈ ആസ്മയുടെ കുറച്ച് അസുഖമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ പാതിരാത്രി മഴ വരുമ്പോൾ വെളിച്ചൻ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ആശങ്കയിൽ കൊച്ചച്ഛൻ ഞെട്ടി ഉണർന്ന് വെളിച്ചൻ്റെ മുറിയിലേക്ക് ഓടിപ്പോവുക. വാതിൽ തുറന്നു കിടക്കുന്നു, വെളിച്ചനെ കാണുന്നില്ല. ഈ മനുഷ്യനെ ഇവിടെ പോയി. അല്ലാതെ തന്നെ ശക്കലം പ്രശ്നമുള്ളതായിട്ട് അപ്പോൾ തോന്നുന്നുണ്ട്, ചില ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അവിടെ മുഴുവൻ കെട്ടിടം മുഴുവൻ വിളിച്ച് നടന്നിട്ടും ഇടിയും മിന്നലും മഴയാണ്, രാത്രിയാണ്, കറണ്ടില്ല. അവസാനം ഒരു മിന്നലിൽ താഴെ
ബാൽക്കണിയിൽ നോക്കുമ്പോൾ താഴെ ഭൂമിയിൽ താഴെ മൈതാനത്ത് ഒരു കൽക്കുരിശുണ്ട്, ഒരു കുരിശുണ്ട്. കുരിശിൻ്റെ ചോട്ടിലിങ്ങനെ 2 കൈകളിങ്ങനെ വിരിച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന വലിയച്ഛനെ കാണും. അയ്യോ, ഈ മുതുമഴ നനഞ്ഞ് നിൽക്കുകയാണ്, എന്തൊരു കഷ്ടമാണ്, ഇത്തിരി തലയ്ക്ക് നോസുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഓടിച്ചെന്ന് കൊച്ചത്തിനിങ്ങനെ വലിയച്ഛനെ കുലുക്കി വിളിക്കുമ്പോൾ വലിയച്ഛൻ ചിരിക്കും. ബാ വിളിക്കുമ്പോൾ വലിയച്ഛൻ പറഞ്ഞു നിൽക്ക്. എന്നിട്ട് വലിയച്ഛൻ ആ മഴയത്ത്, ആ ഇടിമിന്നലിൽ, ആ മഴയുടെ ഒച്ചയെ കവിഞ്ഞ ഒച്ചയെ ചോദിക്കും, നമ്മൾ എന്തുമാത്രം ബൈബിൾ വായിക്കുന്നവരാണ്, എന്തുമാത്രം ബൈബിൾ നമുക്കിടെ വായിക്കപ്പെടുന്നുണ്ട്. ശരിയാണ്, ഭൂമിയിൽ ഏറ്റവും അച്ചടിക്കപ്പെടുന്ന പുസ്തകം ബൈബിളാണ്. ഏറ്റവും അധികം എക്കാലത്തെ റെക്കോർഡാണ്. ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ഏറ്റവും അധികം ഭാഷകളിലേക്ക്. 3ാമത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന പുസ്തകം എല്ലാ വർഷത്തെയും കണക്കെടുത്തു ബൈബിളാണ് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന പുസ്തകം. 4, ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന പുസ്തകം ബൈബിളാണ്. ഇത്രയൊക്കെ സർവകലാ റെക്കോർഡുകൾ നിലനിൽക്കുമ്പോൾ ഈ വെല്ലച്ചൻ കൊച്ചച്ചനോട് ചോദിക്കുകയാണ്, നമുക്കിടെ എന്തുമാത്രം ബൈബിൾ വായിക്കപ്പെടുന്നു, എന്നിട്ട് നമുക്കിടയിൽ എന്തുകൊണ്ടാണ് സ്നേഹമില്ലാതെ പോകുന്നത്? ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ എന്തുകൊണ്ടാണ് സ്നേഹമില്ലാതെ പോകുന്നത്? അപ്പോൾ വായിക്കപ്പെടുന്ന ബൈബിൾ നമുക്കിടയിൽ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ തിരുവചനവും യേശുവുമൊക്കെ നമുക്കിടയിൽ തീരെ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മളൊന്ന് കണ്ടെത്തേണ്ടത്. അങ്ങനെയാണ് ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യബന്ധങ്ങളെ വീണ്ടെടുക്കേണ്ടത്. ഇതിൻ്റെ തുടക്കം എവിടുന്നാണ്? ദൈവബന്ധത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ, എങ്ങനെയോ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവബന്ധത്തെ മുറുകെ പിടിക്കുക, അതാണ് ഇതിന് തിരുത്താനുള്ള തുടക്കം. അങ്ങനെ ദൈവബന്ധത്തെ മുറുകെ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യബന്ധങ്ങളെ കുറേ കൂടി അർഹിക്കുന്ന ഗൗരവത്തിലെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. അവഗണിച്ച് കളയാതെ ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റേതായ മൂല്യവും വിലയും സ്ഥാനവുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ, പ്രതികരിക്കാനായിട്ട് സാധിക്കും. ശരിക്കും ഒരു ശ്രമം ആവശ്യമാണ് ഈ ദൈവബന്ധത്തെ വീണ്ടെടുത്ത് അതിലൂടെ മനുഷ്യബന്ധത്തെ ശുദ്ധീകരിക്കാനായിട്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്കൊന്ന് പോയി ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ആശയം വളരെ വ്യക്തമാവുന്നുണ്ട്. ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനായ ആദമെന്ന് പേരെ കൊടുത്തു. ആദത്തെ വലിയ നേതാവൊക്കെ ആക്കി. ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും പേരിടാനായിട്ട് അവസരവും ഭാഗ്യവുമൊക്കെ ആദത്തിന് കൊടുത്തു. ഇതെല്ലാം ഭംഗിയായി ക്രമമായി നടന്നു. പക്ഷെ ആദം ദുഃഖിതനായിരുന്നു. തനിക്ക് പറ്റിയൊരു ഇണയും തുണയൊന്നും ഈ കൂട്ടത്തിൽ കണ്ടെത്താനായിട്ട് ആദത്തിന് പറ്റുന്നില്ല. ആദത്തിൻ്റെ ഈ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായ ദുഃഖം ദൈവം പതിയെ മനസ്സിലാക്കുന്നു. അങ്ങനെ അത് ദൈവത്തിൻ്റെ ഒരു ദുഃഖവും ഭാരവുമായി മാറുന്നു. അങ്ങനെ ആദ്യ മനുഷ്യൻ്റെ വേദനയും ദുഃഖവും ഏകാന്തതയും ദൈവത്തിനെ ബാധിക്കുന്നു. അങ്ങനെ എൻ്റെ ഭാരങ്ങളൊക്കെ ബാധിക്കപ്പെടുന്നു ദൈവത്തെ. അതെന്നെ വലിയ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓർത്തു, എൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവം അറിയുന്നുണ്ട്. ദൈവം അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു. എങ്ങനെ? ആദത്തെ ഒരു ഗാഠനിദ്രയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഡീപ്പ് സ്ലീപ്പ് എന്നാണ് പറയുക, ഗാഠനിദ്ര. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കുന്നു. ഒരു സർജറിക്ക് ദൈവം ഒരുങ്ങുക. അവൻ്റെ നട്ടെല്ലൊക്കെ ഊരിയെടുക്കുന്നു. അതിലൂടെ ഒരു സ്ത്രീയെ രൂപപ്പെടുത്തുന്നു. അവൻ ആ ഗാഠനിദ്ര വിട്ടുണരാനായിട്ട് കാത്തു നിൽക്കുന്നു. ഇനി കുറച്ച് ഇമാജിനേഷനാണ്. ആദം കണ്ണു തുറക്കുമ്പോൾ ദൈവത്തെയും ദൈവത്തോടൊപ്പം നിൽക്കുന്ന ഹവ്വായും കാണുകയാണ്. ഹവ്വ എന്ന് പറയുന്ന രൂപം ആദം ഇതുവരെയും കണ്ടിട്ടേ ഇല്ല. തനിക്ക് തികച്ചും അപരിചിതമായ ഒരു രൂപത്തെ കാണുകയാണ്. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഒരു കണക്കൂട്ടലെന്നറിയോ? ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതേ നിൻ്റെ ഇണയും തുണയാണ്, നിന്നിൽ നിന്ന് തന്നെ രൂപപ്പെട്ടതാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് പൂർണ്ണമായും മനുഷ്യനാവുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഒരുമിച്ച് ആശീർവദിച്ച് കുടുംബജീവിതം ആരംഭിക്കണം. ഇങ്ങനെയൊക്കെ കരുതി അതിന് പറ്റിയ ഡയലോഗൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ മനഃപ്പാടമാക്കി കാത്തു നിൽക്കുന്ന ദൈവം. പക്ഷേ ഇവിടെ ചെറിയൊരു കുഴപ്പം സംഭവിച്ചു. ഈ ബോധം വന്ന, ഈ ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്ന ആദം ദൈവത്തെയും കണ്ടു, ഹവ്വായും കണ്ടു. അതോടുകൂടി ആദം ചാടി എണീറ്റിട്ട് അങ്ങോട്ട് ദൈവത്തോടായിട്ട് പറയുകയാണ്, ഇതാരാണെന്ന് അങ്ങക്കറിയാവോ? ഇതാരാണെന്ന് എനിക്കറിയാം, അങ്ങ് പറയാതെ തന്നെ എനിക്കറിയാം. എന്ത്? എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ് ഇത്. ആദം പറഞ്ഞൊരു കാര്യമാണ്. ദൈവം ഇത്രത്തോളം അത്ഭുതപ്പെട്ടു പോയ മനുഷ്യൻ്റെ നിഗമനത്തിൽ, മനുഷ്യൻ്റെ പ്രതികരണത്തിൽ ദൈവം ഇത്രത്തോളം അത്ഭുതപ്പെട്ട അധിക സന്ദർഭങ്ങളുണ്ടാവില്ല. ദൈവം അത്ഭുതപ്പെട്ടെന്ന് മാത്രമല്ല, ഇത്രത്തോളം ആനന്ദിച്ച, സന്തോഷിച്ച, ആശ്വസിച്ച മറ്റൊരു സന്ദർഭവുമില്ല. കാരണം താൻ അങ്ങോട്ട് പറയാനായിട്ട് ആഗ്രഹിച്ച, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആദം ഇങ്ങോട്ട് പറയുകയാണ്. എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ് ഈ നിൽക്കുന്ന സ്ത്രീയും.
അതോടുകൂടി ദൈവത്തിൻ്റെ പണിഭാരം കുറയുകയാണ്. പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ അവർ ജീവിതം ആരംഭിക്കുന്നു. അതിനുശേഷമാണല്ലോ ദൈവം പറഞ്ഞ കൽപ്പന ലംഘിക്കേണ്ടി വരുന്നത്. ആ കൽപ്പനാ ലംഘനം കഴിഞ്ഞ് അവർ ഒളിച്ചിരിക്കേണ്ടി വരുന്നു. ദൈവം പതിയെ അവരെ പിടികൂടിയിട്ട് ഒരു ന്യായവിധിയുടെ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ആദം പതിയെ കൈ കഴുകി രക്ഷപ്പെടുക. എസ്കേപ്പിസോ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ടല്ലോ, പഴിചാരി രക്ഷപ്പെടുകയാണ്. എന്ത്? ദൈവമേ, ഈ സ്ത്രീയാണ് എന്നെ പഴം തിന്നാൻ നിർബന്ധിച്ചത്, ഞാനായിട്ട് കുഴപ്പത്തിനൊന്നും പോയിട്ടില്ല എന്ന് ആദം പറയുക. അപ്പോൾ അവിടെ ആദം ഉപയോഗിക്കുന്നൊരു ഭാഷാപ്രയോഗമുണ്ട്. ദൈവമേ, നീ തന്ന ഈ സ്ത്രീയാണ് സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം. നീ തന്ന ഈ സ്ത്രീയാണ്. എത്ര കൃത്യമായിട്ടാണ് ആദം പഴിചാരി അവളെ കുറ്റക്കാരിയാക്കി മാറ്റുന്നത്. ശരിയാവാം, ആ സ്ത്രീ തന്നെയാവാം കുഴപ്പക്കാരി. പക്ഷേ ആദം പറഞ്ഞെന്താ? നീ തന്ന സ്ത്രീയാണ് സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പോ ഇവർ ജീവിതം ആരംഭിക്കുന്ന ആ മുഹൂർത്തത്തിൽ ഇങ്ങനെയൊരു ഹവ്വ എന്ന് പറയുന്ന സ്ത്രീയെ ആദ്യം പ്രഥമ ദൃഷ്ടിയാ കാണുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ദൈവത്തോട് ആദം പറഞ്ഞെന്തായിരുന്നു? ഇതെൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസമാണ്. അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട്. കാരണം അവർക്കൊപ്പം ദൈവം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അനുസരണക്കേടും ഇടർച്ചയും കൽപ്പനാലംഘനവും ഒക്കെ നടക്കുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? മനുഷ്യർക്കിടയിൽ അന്നുവരെ ഉണ്ടായിരുന്ന ദൃഢമായ അടുപ്പവും ബന്ധവുമൊക്കെ വളരെ ദുർബലമായി പോകുന്നത്, പൊട്ടിപ്പോയത്. അപ്പോൾ അത് അത്രത്തോളം ശരിക്കും പറഞ്ഞാൽ കുഴഞ്ഞുമറിഞ്ഞു പോയത് അത് കാരണം ദൈവത്തോടുള്ള അവരുടെ ബന്ധം എപ്പോഴോ അറ്റുപോയത് കൊണ്ടാണ്. അത് ദുർബലമായി പോയാൽ മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധവും ഉലഞ്ഞു പോകും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് മനുഷ്യബന്ധത്തെ വീണ്ടെടുക്കാനുള്ള ഏത് പ്രാർത്ഥനയും പരിശ്രമവും ദൈവബന്ധത്തെ ഉറപ്പുവരുത്തിയിട്ട് വേണം നിർവഹിക്കാനായിട്ട്. ഒപ്പം ഒരു വീടിനകത്തുള്ള മനുഷ്യർക്കിടയിൽ കുറച്ചുകൂടി ദൃഢമായ അടുപ്പവും ബന്ധവും ഉണ്ടാവണം, അറിവും ഉണ്ടാവണം. അതിനും അപ്പുറത്ത് വീടിന് വെളിയിലും അർഹരായ മനുഷ്യരുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിപ്പാനായിട്ട് ഒരാൾ എപ്പോഴാണ് മുതിരുന്നത്? അപ്പോൾ മുതൽ ഒരു ക്രിസ്തു നിഴൽ വീണ ജീവിതമായിരിക്കും, ക്രിസ്തു അംശമുള്ള ഒരു ജീവിതമായിരിക്കും അയാൾ ഭൂമിയിൽ നടത്തുക. അപ്പോഴാണ് ഞാനും ഒരുപക്ഷെ നിങ്ങളുമൊക്കെ ക്രിസ്തു അനുയായി എന്ന പേരിന് ശരിക്കും അർഹനായി മാറുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെ അതിനെ പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.